ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിലാണ് സിദ്ദീഖ് ഹാജരായത്. സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. മാനസ മനോജുണ്ട്. മാനസ, വിവരങ്ങൾ. അസിത, അല്പസമയം മുൻപാണ് ബലാത്സംഗ കേസിൽ ആരോപിതനായ നടൻ സിദ്ദീഖിനെ ഈ കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. ഏതായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ നടൻ ഹാജരായി. ഒപ്പം ഇന്ന് ചോദ്യം ചെയ്യൽ നടപടികളായിരിക്കില്ല. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിലേക്ക് സമർപ്പിക്കാനാണ് നീക്കമുള്ളത്. ഏതായാലും നാർക്കോട്ടിക് അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ഇപ്പോൾ നടൻ സിദ്ദീഖ് ഹാജരായിരിക്കുന്നത്. അന്വേഷണ സംഘം അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി സിദ്ദീഖിന്റെ വൈദ്യപരിശോധന നടത്തിയായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ഒപ്പം തന്നെ ഇത്തരത്തിൽ ജാമ്യ വ്യവസ്ഥകളൊക്കെയും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ ഈ കേസിൽ സിദ്ദീഖിന് എതിരായ, അതായത് പരാതിക്കാരി നൽകിയ മൊഴി സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള സാഹചര്യ തെളിവുകളൊക്കെയും പോലീസിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഡിജിറ്റൽ തെളിവുകൾ ഇതുവരെയും ലഭ്യമാക്കാൻ നടൻ സിദ്ദീഖിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഈ പരാതിക്കാരി ആരോപിക്കുന്ന എല്ലാ മൊഴികളും ശരിവെക്കുന്ന സാക്ഷിമൊഴികളും പോലീസിന്റെ കൈവശമുണ്ട്. ഒപ്പം തന്നെ സാഹചര്യ തെളിവുകൾ ഉണ്ട്. പ്രിവ്യൂ ഷോ നടന്ന തിയേറ്ററുകളിൽ പോയതിന്റെ തെളിവുകൾ, അതോടൊപ്പം തന്നെ മസ്കറ്റ് ഹോട്ടലിൽ ഇവർ താമസിച്ചിരുന്നതിന്റെ രേഖകൾ മസ്കറ്റ് ഹോട്ടലിൽ നിന്നും ലഭിച്ചതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയും ഉണ്ട്. പക്ഷേ സിദ്ദീഖ് പരാമർശിക്കുന്നത്, അല്ലെങ്കിൽ സിദ്ദീഖ് അഭിപ്രായപ്പെടുന്നത്, ഇത്തരത്തിൽ 8 വർഷം നീണ്ട് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് പരാതിക്കാരി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തി എന്നുള്ളതാണ്. ഈ 8 വർഷം എന്തുകൊണ്ട് പരാതിക്കാരിക്ക് പരാതി ഉണ്ടായിരുന്നില്ല എന്നതാണ് സിദ്ദീഖ് പറയുന്നത്. എതിരായ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും സിദ്ദീഖിനെ.